പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ പിക്സൽ ലാബിൽ വളരെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ എലക്ഷൻ പോസ്റ്റർ നിർമ്മിക്കാം എന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം പിക്സൽ ലാബ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിലുള്ള ഈ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇമേജ് സൈസ് എന്ന് കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വിഡ്ത്ത് 1080 കൊടുക്കുക. ഹൈറ്റ് 1350 കൊടുക്കുക. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ താഴെ നിന്നുള്ള 4ാമത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് കളറ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഉള്ള ഈ ഡിഫോൾട്ട് എന്നുള്ള ഈ ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയുക. ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ക്യാൻവാസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഇമേജ് ആഡ് ചെയ്യാം. അതിനായിട്ട് മുകളിലുള്ള പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് ഫ്രം ഗാലറി എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഇതിൻ്റെ ഈ സ്ഥാനാർത്ഥിയുടെ ഇമേജ് ഒന്ന് ക്രോപ്പ് ചെയ്യുക. എന്നിട്ട് ഇവിടെ താഴെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മളിതൊന്ന് സൂം ചെയ്യുന്നുണ്ട്. ഇതൊന്ന് വലിച്ച് വലുതാക്കുന്നുണ്ട്. ഓക്കെ, ഇത്ര വേണ്ട, ആവശ്യാനുസരണം വലിച്ച് ഓക്കെ. ഇനി നമുക്ക് ഇതിലോട്ട് ടെക്സ്റ്റ് കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് എന്നുള്ള പ്ലസ് ഐക്കൺമേൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ എഡിറ്റ് എന്ന് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഒന്ന് വലുതാക്കുക. ഇതിൻ്റെ സൈസ് നമ്മൾ കൊടുക്കുന്നത് 110 ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഫോൺസിൽ TA മുകിൽ എന്ന ഫോണ്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അപ്പോൾ ഫോണ്ട് നമുക്ക് വളരെ ചെറുതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ കുറച്ചും കൂടി വലുതാക്കുന്നുണ്ട്. ഞാനിവിടെ അതിനെ 150 കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ സെൻട്രലായിട്ട് അലൈൻ ചെയ്തു. കുറച്ച് മുകളിലോട്ടാക്കുന്നുണ്ട്. പൊസിഷനിൽ ക്ലിക്ക് ചെയ്തു മുകളിലോട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിയൻ്റ് ആണ് കൊടുക്കുന്നത്. ഗ്രേഡിയൻറ്റിൽ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഈ ഗ്രേ കളറുള്ളത് അവിടെ കളർ ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഒരു ബ്ലൂ കളർ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ രണ്ടാമത്തെ കളറ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ഇത്ര ഗ്രീന് വേണ്ട, കുറച്ചൊന്ന് ലൈറ്റായിട്ടുള്ള ഒരു ഗ്രീന് കൊടുക്കുന്നുണ്ട്. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇനി അത് വീണ്ടും ഒന്ന് കോപ്പി എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ബാക്കി ടെക്സ്റ്റും കൂടി ഒന്ന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്തു. അതിന് സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. ടു ബാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ഥാനാർത്ഥിയുടെ ബാക്കിലായിട്ട് അത് വരും. ഓക്കെ, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇനി നമുക്കിത് ചെയ്യാനുള്ളത് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, വാർഡ് ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്കത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ ടെക്സ്റ്റ് എടുക്കുക. എന്നിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നെയിം, വാർഡ്, സ്ഥാനാർത്ഥി എന്നുള്ളതൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇവിടെ 2 ഇത് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, എക്സ്ട്രാ 2 കൊടുത്തിട്ടുണ്ട്. ഇവിടെ ടൈപ്പ് ചെയ്യാതെ താഴോട്ടാണ് 2 ഇത് വിട്ടിട്ടാണ് പിന്നെ സ്ഥാനാർത്ഥി ടൈപ്പ് ചെയ്തത്. അതെന്തിനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ഫോണ്ട് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫോണ്ട് ക്ലിക്ക് ചെയ്തിട്ട് അനകി എന്ന ഫോണ്ടാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോണ്ടുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാവുന്നതാണ്. അപ്പോൾ ഫോണ്ട് എങ്ങനെ ലഭിക്കും എന്നുള്ളതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന എലമെൻറ്റുകളൊക്കെ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ അനകി എന്ന ഫോണ്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് ഞാനിവിടെ റെഗുലർ അനക് സെമി
റെഗുലർ എന്നുള്ള ഈ ഫോണ്ട് കൊടുത്തു. ഈ മീഡിയം എന്നുള്ള ഫോണ്ടാണെന്നാണ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്തത്. എന്നിട്ട് പിക്സലാബി എന്നുള്ളതിന് കുറച്ച് ബോൾഡാക്കി കൊടുത്തു, സെമി ബോൾഡ് കൊടുത്തു. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ചെറുതാക്കുന്നുണ്ട്. ഇനി ലൈൻ സ്പേസിങ് കുറച്ച് കുറക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫോണ്ട് കുറച്ചും കൂടി അനഘിൻ്റെ വേറൊരു ഫോണ്ട് ഉണ്ട്, നമുക്കത് കൊടുക്കാം. അപ്പോൾ അനഘി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഫോണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എന്നിട്ട് പിക്സലാബ് എന്നുള്ളതിനെ കുറച്ച് ബോൾഡാക്കുന്നുണ്ട്. ഓക്കെ, എന്നാൽ നമ്മൾ ഇതിനൊന്ന് കുറച്ച് വലുതാക്കുന്നുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഒന്ന് വലുതാക്കി നമുക്ക് കൊടുക്കാൻ സാധിക്കും. എന്നിട്ട് കളറ് ബ്ലാക്കാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും കഴിഞ്ഞു. നമുക്കിവിടെ UDF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ ഇപ്പോൾ നമ്മൾ 2 ഇതാണ് കൊടുത്തത്, നമുക്ക് ഒന്നുകൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് ഇവിടെ. എന്നാലേ നമുക്കിവിടെ UDF കുറച്ച് വലുതാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ഞാൻ ടെക്സ്റ്റ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. ഇവിടെ UDF എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇതിൻ്റെ സൈസ് ഇപ്പം ആദ്യം നമ്മൾ ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. സഖാവ് എന്ന ഫോണ്ടാണ് ഇവിടെ കൊടുക്കുന്നത്. TA സഖാവ് എന്നൊരു ഫോണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഫോണ്ടുകളോടൊക്കെ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് അത് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന എലമെൻറ്റുകളും നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കൊടുത്ത ഇമേജ് ഇപ്പം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ UDF എന്നുള്ളതിന് കളർ കൊടുക്കാം. ഗ്രേഡിയൻറ്റ് കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ മേലെ കൊടുത്ത അതേ ഗ്രേഡിയൻറ്റ് തന്നെ കൊടുക്കുന്നത്, അതിവിടെ ഓൾറെഡി ഉണ്ട്. അത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്ത് കഴിഞ്ഞു. നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഒന്ന് വലുതാക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ആദ്യം ഫോണ്ട് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഫോണ്ട് TA മിയാവി എന്ന ഫോണ്ടാണ്. അതിനെ ഒന്ന് വലിച്ച് വലുതാക്കുന്നുണ്ട്. ഇതിൻ്റെ കളർ നമ്മൾ നേരത്തെ UDFന് കൊടുത്ത അതേ ഗ്രേഡിയൻറ്റ് തന്നെയാണ് കൊടുക്കുന്നത്. അതിവിടെ ഓൾറെഡി സെറ്റാണ്. നമ്മൾ നേരത്തെ ഇത് സെറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. ഓക്കെ, അതും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ആവശ്യാനുസരണം വലിച്ചു വെക്കുക. എന്നിട്ട് അതിനെ സെൻട്രലായിട്ട് തന്നെ അലൈൻ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിവിടെ വിജയിപ്പിക്കുക എന്നുള്ള ടൈപ്പോഗ്രാഫി ആഡ് ചെയ്യണം. അപ്പോൾ ഞാനിത് ഇവിടെ ടെക്സ്റ്റായിട്ട് ടൈപ്പ് ചെയ്യല്ല, അതിന് ടൈപ്പോഗ്രാഫി ഉണ്ട്. അതൊന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു. ഫ്രം ഗാലറി ക്ലിക്ക് ചെയ്തു. ഗാലറിയിൽ നിന്നും ഞാനിത് ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒന്ന് ചെറുതാക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് ഞാനിവിടെ ബ്ലാക്ക് ആണ് കൊടുക്കുന്നത്. ഇനി ഇതിനെ സെൻട്രലായിട്ടൊന്ന് അലൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിവിടെ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നം കൊടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാം. ഓക്കെ, അത് ഇമ്പോർട്ട് ചെയ്തു, ടിക്ക് ചെയ്തു. അപ്പോൾ ഈ എലമെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ എലമെൻറ്റുകളെ കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആവശ്യാനുസരണം അത് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെ പാക്ക് നിങ്ങൾക്ക് അവിടെ നിന്നും പാക്കും ഡൗൺലോഡ് ചെയ്യാം, ബണ്ടിലും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെയൊക്കെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്.
ഓക്കെ, ഇവിടെ ഏകദേശം നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഇവിടേക്ക് ഇപ്പോൾ നേരത്തെ മുകളിലുള്ള ആ ഗ്രേഡിയൻ്റ് കളറും അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഗ്രേഡിയൻറ്റും കൂടിയും ആഡ് ചെയ്യാനുണ്ട്. അതൊന്ന് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ സ്റ്റിക്കർ എന്നുള്ളത് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം അതിനൊരു കളർ കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ബ്ലൂ കളറാണ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ആ ബ്ലൂ കളർ ഒന്ന് കൊടുക്കുന്നുണ്ട് ഇവിടെ. ഈ ഒരു കളറാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതൊന്ന് വലുതാക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ കോപ്പി എടുത്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെയൊക്കെ. എന്നിട്ട് ഇതിനൊക്കെ ടു ബാക്ക് എന്നുള്ളത് ചെയ്ത് ബാക്കിലോട്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് ഇത്ര കട്ടിയിൽ വേണ്ട, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഒന്ന് കുറക്കുന്നുണ്ട്. ഞാനിവിടെ 25 കൊടുക്കുന്നുള്ളൂ. ടെക്സ്റ്റിൻ്റെ അടിയിലുള്ള ഗ്രേഡിയൻറ്റിന് ഞാൻ 25 കൊടുക്കുന്നുള്ളൂ. കാരണം അവിടെ നമ്മൾ ടെക്സ്റ്റ് എടുത്ത് കാണിക്കണമെങ്കിൽ അവിടെ ആ കളർ കുറച്ച് കുറഞ്ഞിരിക്കണം. ഓക്കെ, അവിടെ കഴിഞ്ഞു. ഇനി നമുക്കിവിടെ സലാമിനെ എന്നുള്ള ടെക്സ്റ്റിൻ്റെ താഴെ നമുക്ക് ഇതേപോലെ തന്നെ കളർ കൊടുക്കണം. അവിടെ കൊടുക്കുന്ന കളർ വൈറ്റ് ആണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ സ്റ്റിക്കർ വീണ്ടും ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീനിൽ ഒഴിഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഒരു നമുക്ക് ഈ ഒരു ഗ്രേഡിയൻ്റ് ഇത് കിട്ടും. കുറച്ച് വലുതാക്കുക. എന്നിട്ട് ഇതിന് കളറ് നമ്മൾ ഈ സ്റ്റിക്കർ വീണ്ടും കോപ്പി എടുക്കുക. അതിനെ വീണ്ടും ഇവിടെ കൊണ്ടുവെക്കുക. അങ്ങനെ വെച്ച് ഇവിടെ ഈ ഭാഗത്ത് ഫില്ലായിട്ട് നമുക്കൊരു ഗ്രേഡിയൻ്റ് ബ്ലർ എഫക്റ്റ് കിട്ടുന്നത് പോലെ അധികം ആ ഷർട്ടിനെ എടുത്ത് കാണിക്കാത്ത രൂപത്തിൽ ഇവിടെ ഇതിനെ ഇങ്ങനെ കോപ്പി എടുത്ത് നിറച്ച് വെക്കുക. അങ്ങനെ ആവശ്യാനുസരണം വെച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മുടെ ആ ടെക്സ്റ്റിനെ കാണാതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ ടെക്സ്റ്റിനെ എടുത്തിട്ട് ടു ഫ്രണ്ട് എന്നുള്ളത് ഇത് കൊടുക്കുക. അതേപോലെ തന്നെ വിജയിപ്പിക്കുക എന്നുള്ളതിനെയും മുകളിലോട്ടാക്കി കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ഈ പോസ്റ്റർ ഇവിടെ വളരെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമുക്കിനി ഇവിടെ മുകളിൽ വോട്ട് ഫോർ UDF എന്നുള്ള ആ ഐക്കണും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അത് PNG ആണ്, ഞാനിവിടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് ടെക്സ്റ്റ് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിവിടെ അതിൻ്റെ PNG ഉണ്ടായതുകൊണ്ട് അത് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. നമുക്ക് ടെക്സ്റ്റ് ഉപയോഗിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതും സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പോസ്റ്റർ ഇവിടെ വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളതൊക്കെ നമ്മുടെ ഇതിൻ്റെയൊക്കെ ആവശ്യമായിട്ടുള്ള ഫയലുകളുടെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഒരു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്